നമസ്കാരം. നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കടങ്ങളും തീർക്കാൻ ഇങ്ങനെയൊന്ന് ചെയ്യാമോ? ഫലം ഉറപ്പാണ്. നമ്മുടെ എല്ലാവരുടെയും വീടുകളിലെ അടുക്കളയിൽ കണ്ടുവരുന്ന ഒന്നാണ് ഉപ്പ് എന്ന് പറയുന്നത്. ഉപ്പിനെ ഒരിക്കലും നിസ്സാരമായി കാണരുത്. ഉപ്പ് ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക തടസ്സങ്ങളും കടങ്ങളും വീട്ടാൻ സാധിക്കും. 30 ദിവസത്തിനുള്ളിൽ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉറപ്പ്. ഉപ്പ് ഒരു വീടിന് സമ്പത്തും ഐശ്വര്യവും കൊണ്ടുവരുന്ന മഹത്തായ വസ്തുവാണ്. കാരണം ലക്ഷ്മി ദേവി കടലിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. സമ്പത്തും ഐശ്വര്യങ്ങളും നൽകുന്ന ദേവതയാണ് ലക്ഷ്മി ദേവി. അതേ ചൈതന്യം നിറഞ്ഞതാണ് ഉപ്പും. അതിനാലാണ് ഈ ഒരു കാര്യം ചെയ്യുന്നതിന് ഉപ്പ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ചെയ്യേണ്ടത് ഇപ്രകാരം. ഇതിന് ആവശ്യമായി വേണ്ടത് ഒരു കഷ്ണം വയമ്പ്, ഒരു കഷ്ണം മഞ്ഞൾ, ഉപ്പ്, ഒരു മഞ്ഞ ചരട് എന്നിവയാണ്. സന്ധ്യയ്ക്ക് ലക്ഷ്മി ദേവിയുടെ ചിത്രത്തിന് മുന്നിൽ 5 തിരിയിട്ട് നിലവിളക്ക് തെളിയിച്ചു വേണം ഈ ഒരു കർമ്മം ചെയ്യാൻ. ലക്ഷ്മി ദേവിയുടെ ചിത്രമില്ലെങ്കിൽ മൊബൈലിൽ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ എടുത്തതിന് ശേഷം അത് വിളക്കിന് മുമ്പിൽ വെച്ച് വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെ 5 തിരിയിട്ട് നിലവിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചതിനു ശേഷം ആദ്യം മഞ്ഞൾ കഷ്ണം എടുക്കുക. ഇത് വലതു കൈയിൽ വെച്ച് നിലവിളക്കിനെ 3 തവണ ഒഴിഞ്ഞ് ലക്ഷ്മി ദേവിയോട് സാമ്പത്തിക പ്രയാസങ്ങൾ ഈ ഒരു കർമ്മത്തോടു കൂടി എൻ്റെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായി മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ച് ഇനി പറയുന്ന ഈ ഒരു മന്ത്രം ജപിക്കുക. ഓം ശ്രീം ഹ്രീം ശ്രീം കമലേ കമലാലയേ പ്രസീദ പ്രസീദ. ഓം ശ്രീം ഹ്രീം ശ്രീം മഹാലക്ഷ്മിയേ നമഃ എന്ന് മന്ത്രം ഉരുവിടുക. അതിനുശേഷം മഞ്ഞൾ നിലത്ത് വയ്ക്കാതെ, അതായത് നമ്മൾ ഈ ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന മഞ്ഞൾ നിലത്ത് വയ്ക്കാതെ ഒരു വൃത്തിയുള്ള വാഴയിലയിൽ വയ്ക്കുക. പിന്നീട് വയമ്പെടുക്കുക. അതും 3 തവണ നിലവിളക്കിനെ ഒഴിഞ്ഞ് ലക്ഷ്മി ദേവിയുടെ മന്ത്രം ജപിക്കുക. പിന്നീട് ചരടും 3 പ്രാവശ്യം നിലവിളക്കിനെ ഒഴിഞ്ഞ് ലക്ഷ്മി ദേവിയുടെ മന്ത്രം ജപിക്കുക. അതിനുശേഷം ലക്ഷ്മി ദേവിയോട് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിരിക്കുന്ന സാമ്പത്തിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഈ ഒരു കർമ്മത്തോടു കൂടി മാറ്റിത്തരണമേ എന്ന് വീണ്ടും പ്രാർത്ഥിച്ച് മഞ്ഞളും വയമ്പും കൂടെ ചേർത്ത് അഴിഞ്ഞു പോകാത്ത വിധം കയ്യിലുള്ള മഞ്ഞ ചരട് കൊണ്ട് കെട്ടിവയ്ക്കുക. അതും അഴിഞ്ഞു പോകാത്ത വിധം മുറുക്കി കെട്ടിയിരിക്കണം. അതിനുശേഷം വേണം നമ്മൾ ഇതിൻ്റെ പ്രധാന കർമ്മത്തിലേക്ക് കടക്കുകയാണ്. ഈ കെട്ടിവെച്ചിരിക്കുന്ന മഞ്ഞളും വയമ്പും കൂടെ എടുത്ത് ഉപ്പ് നിറയ്ക്കുന്ന പാത്രത്തിൻ്റെ ഏറ്റവും അടിയിലേക്ക് വയ്ക്കുക. അതിനുശേഷം ഈ മഞ്ഞളും വയമ്പും പുറത്ത് കാണാത്ത വിധം ഉപ്പ് ആ പാത്രത്തിലേക്ക് നിറച്ച് വയ്ക്കുക. അതായത് കുപ്പി ഗ്ലാസ് ആയിരിക്കണം ഉപ്പ് നിറയ്ക്കുന്ന പാത്രം. ഈ മഞ്ഞളും വയമ്പും അതിനുള്ളിൽ ഇരിക്കുന്നത് പുറമേ നോക്കിയാൽ കാണാൻ സാധിക്കാത്ത വിധം ഉപ്പ് അതിന് മൂടിയിരിക്കണം. ഇങ്ങനെ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കില്ല. അതിനുശേഷം ഈ ഉപ്പ് നിറച്ച് നമ്മൾ ഈ ഭരണി, അതായത് മഞ്ഞളും വയമ്പും ചേർത്ത് വെച്ചിരിക്കുന്ന ഉപ്പ് നിറച്ചിരിക്കുന്ന ഈ ഒരു കുപ്പി അടുക്കളയുടെ ഏതെങ്കിലും വൃത്തിയുള്ളൊരു ഭാഗത്ത് സൂക്ഷിക്കുക. ആരും ശല്യം ചെയ്യാത്ത രീതിയിലുള്ള വൃത്തിയുള്ളൊരു ഭാഗത്ത്, അഴുക്കുകളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാത്ത ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം അടുക്കളയിലെ നല്ലൊരു ഭാഗത്തായിട്ട് ഈ ഒരു പാത്രം സൂക്ഷിക്കുക. ഈ കർമ്മം ചെയ്ത് 30 ദിവസത്തിനകം നല്ലൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകും. സാമ്പത്തിക പ്രശ്നങ്ങൾ നീങ്ങി സമ്പത്തും ഐശ്വര്യവും വന്നു ചേരും. ഈ കർമ്മം ചെയ്യാൻ ഉത്തമ ദിവസം വെള്ളി, ഞായർ, ചൊവ്വ എന്നിവയാണ്. ഉപ്പ് സൂക്ഷിക്കേണ്ടത് ഗ്ലാസ് പാത്രമാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. പുറമേ കാണാൻ സാധിക്കാത്ത രീതിയിലുള്ള പ്ലാസ്റ്റിക് പാത്രത്തിലായിരിക്കരുത്. ഗ്ലാസ് കൊണ്ടുള്ള പാത്രത്തിൽ വേണം ഉപ്പ് സൂക്ഷിക്കാൻ. അതിന് മുകളിലേക്ക് വേണം മഞ്ഞളും വയമ്പും കാണാത്ത രീതിയിൽ ഉപ്പ് നിറയ്ക്കാനും. ഈ ഒരു കർമ്മം ചെയ്യേണ്ടത് വെള്ളി, ഞായർ, ചൊവ്വ എന്നീ ദിവസങ്ങളിലാണ്. ഇങ്ങനെയൊന്നും ചെയ്തു നോക്കൂ. ജീവിതത്തിൽ നിന്നും ഈ കർമ്മം ചെയ്യുന്ന അന്ന് മുതൽ 30 ദിവസത്തിനുള്ളിൽ സാമ്പത്തിക പ്രയാസങ്ങൾ മാറുകയും കടങ്ങളൊക്കെ നിങ്ങളെ വിട്ടൊഴിയുകയും ചെയ്യും.